ഞാൻ വേറെ NCERT ഡൗൺലോഡ് ചെയ്തിട്ട് കൊടുക്കാഞ്ഞത് കോഡ്സ് എല്ലാം സൈഡിൽ തന്നെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. Formed elements. Erythrocytes, leukocytes and platelets are collectively called formed elements and they constitute nearly 45% of the blood. നമ്മുടെ ബ്ലഡിൽ 45% ഫോംഡ് എലമെൻറ്റ്സ് ആണുള്ളത്. ഫോംഡ് എലമെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് എന്നാണ് എറിത്രോസൈറ്റ്സ്, ല്യൂക്കോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ്. ഈ പ്ലേറ്റ്ലെറ്റ്സിന് ത്രോംബോസൈറ്റ് എന്നും പറയേ. എറിത്രോസൈറ്റ്സ് ഓർ റെഡ് ബ്ലഡ് സെൽ ആർ ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഓഫ് ഓൾ ദ സെൽ ഇൻ ദ ബ്ലഡ്. നമ്മളെ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് റെഡ് ബ്ലഡ് സെല്ലാണ്. എ ഹെൽത്തി അഡൾട്ട് മാൻ ഹാസ് ഓൺ ആൻ ആവറേജ് 5 million to 5.5 million of RBC per cubic millimeter of blood. RBCs are formed in the red bone marrow in the adult. RBC ഫോം ചെയ്യുന്നത് നമ്മളെ അഡൾട്ടിൽ റെഡ് ബോൺ മാരോയിലാണ്. ഈ ഫോർമേഷൻ ഓഫ് RBCക്ക് പറയുന്ന പേരാണ് എർത്രോപോയസിസ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. RBCs ആർ ഡിവോയ്ഡ് ഓഫ് ന്യൂക്ലിയസ് ഇൻ മോസ്റ്റ് ഓഫ് ദ മാമൽസ് ആൻഡ് ആർ ബൈകോൺകേവ് ഇൻ ഷേപ്പ്. ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. RBCs ആർ ഡിവോയ്ഡ് ഓഫ് ന്യൂക്ലിയസ് ഇൻ മോസ്റ്റ് ഓഫ് ദ മാമൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ദ മാമൽസ് പറയാൻ പറ്റില്ല, എക്സെപ്ഷൻസ് ഉണ്ട്. They have a red-colored iron-containing complex protein called hemoglobin, hence the color and the name of these cells. ഈ RBC എന്ന് പേര് വരാൻ കാരണം അവർക്ക് റെഡ് കളറിൽ ഒരു അയൺ കണ്ടെയ്നിങ് പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ്റെ പേര് ഹീമോഗ്ലോബിൻ എന്നാണ്. ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീൻ ആണെന്ന് നോട്ട് ചെയ്യാം. എ ഹെൽത്തി ഇൻഡിവിജ്വൽ ഹാസ് 12 to 16 grams ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എവറി 100 ml ഓഫ് ബ്ലഡ്. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ഒരു 100 ml ബ്ലഡ് എടുത്താൽ അതിൽ 12 to 16 grams ഹീമോഗ്ലോബിൻ പ്രസൻ്റ് ആയിരിക്കും. ദീസ് മോളിക്യൂൾസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ഈ മോളിക്യൂൾസ് നമ്മളെ റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചവർക്കാണെങ്കിൽ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. RBC have an average lifespan of 120 days, after which they are destroyed in spleen. RBCൻ്റെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. ഇനിയിപ്പോൾ RBC എവിടെയാണ് ഡിസ്ട്രോയിഡ് ആവുന്നത്? സ്പ്ലീനിലാണ്. അതുകൊണ്ട് സ്പ്ലീനിനെ ഗ്രേവ് യാർഡ് ഓഫ് RBC എന്ന് പറയും. ഇനി നമുക്ക് WBCൻ്റെ കാര്യങ്ങൾ നോക്കാം. ല്യൂക്കോസൈറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് വൈറ്റ് ബ്ലഡ് സെൽ ഓർ WBC ആസ് ദേ ആർ കളർലെസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഹീമോഗ്ലോബിൻ. ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്ന വേറെ പേരാണ് WBC. അവർ കളർലെസ് ആണ്. അതിന് കാരണം RBCയിലുള്ളതുപോലെ ഹീമോഗ്ലോബിൻ ഇവർക്ക് പ്രസൻ്റ് അല്ല. ദേ ആർ ന്യൂക്ലിയേറ്റഡ് ആൻഡ് ആർ റിലേറ്റീവ്ലി ലെസ്സർ ഇൻ നമ്പർ വിച്ച് ആവറേജ് 6,000 to 8,000 പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ്. ഈ WBC എന്ന് പറയുന്നത് ന്യൂക്ലിയേറ്റഡ് ആണ്. RBC മെജോറിറ്റി ഓഫ് മാമൽസിൽ ന്യൂക്ലിയസ് ഇല്ലായിരുന്നു, പക്ഷേ WBC എന്ന് പറയുന്നത് ന്യൂക്ലിയേറ്റഡ് ആണ് ആൻഡ് റിലേറ്റീവ്ലി ലെസർ ഇൻ നമ്പർ. RBCനെ വെച്ച് നോക്കുമ്പോൾ WBCൻ്റെ നമ്പർ കുറവാണ്. വിച്ച് ആവറേജ് 6,000 to 8,000 per cubic millimeter of blood. Leukocytes are generally short-lived. We have two main categories of WBC. Granulocytes ഉണ്ട്, agranulocytes ഉണ്ട്. Neutrophil, eosinophil and basophil are different types of granulocytes, while lymphocytes and monocytes are agranulocytes. RBCനെ നമുക്ക് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം, ഗ്രാനുലോസൈറ്റിനും എഗ്രാനുലോസൈറ്റിനും. ഗ്രാനുലോസൈറ്റ്സിൻ്റെ എക്സാമ്പിളാണ് ന്യൂട്രോഫിലും, ഈസ്നോഫിലും, ബേസോഫിലും. ആൻഡ് എഗ്രാനുലോസൈറ്റ്സിൻ്റെ എക്സാമ്പിൾസാണ് ലിംഫോസൈറ്റും മോണോസൈറ്റും. ഇതെങ്ങനെ ആലോചിക്കുകയെന്ന് വെച്ചാൽ എഗ്രാനുലോസൈറ്റ് മാൾ എന്ന് ആലോചിക്കുക. മാൾ MAL ആണ്, പക്ഷേ ഇവിടെ നമുക്ക് MAL എന്ന് മാത്രം ആലോചിക്കാം, മാൾ. അപ്പോൾ മാള് പറയുമ്പോൾ ഏതെല്ലാം വരിക? മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ മോണോസൈറ്റും ലിംഫോസൈറ്റും എഗ്രാനുലോസൈറ്റ്, MAL, മോണോസൈറ്റ്, എഗ്രാനുലോസൈറ്റ്, ലിംഫോസൈറ്റ്, അങ്ങനെ ആലോചിക്കാം. ഇനി ഇതിൽ തന്നെ ന്യൂട്രോഫിൽസ് ആർ മോസ്റ്റ് അബണ്ടൻറ്റ് സെൽസ്. അതിൻ്റെ percentage വരുന്നത് 60 to 65% of the total WBC, and basophil are the least, 0.5 to 1% among them. Neutrophils and monocytes 6 to 8% are phagocyte cells which destroy foreign organism entering the body. Basophils secrete histamine, serotonin, heparin, etc. and are involved in the inflammatory reactions. ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാൻ പോകുന്നൊരു കോഡാണ് B മെലൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഡ്. B മെലൺ
ബി മെലൺ എന്ന് ആലോചിക്കുക. അതിൻ്റെ ഓർഡർ എങ്ങനെ വെച്ചാൽ BEMELON ആണല്ലോ. മെലണിനെ ഷോർട്ടാക്കിയിട്ട് BE ഞാൻ ഈ സൈഡിൽ എഴുതിയതുപോലെ കൊടുക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പം അതിൻ്റെ എമൗണ്ട് പെർസെൻറ്റേജ് കൂടുന്നുണ്ട് എന്ന് ആലോചിക്കുക. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളൊരു കോഡ്, അതായത് യൂസ്ഫുൾ ആവുന്ന ഒരു കോഡാണ് ബേസോഫിലിൻ്റെ സെക്രീഷൻസ് എന്തൊക്കെയാണ്. ഹിസ്റ്റമിൻ, സെറാട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ. ഇത് പഠിക്കാനുള്ള കോഡ് ഹിസ് ഹിപ് സാർ എന്നാലേക്കുക. സാറിന് SER എന്നുള്ള സ്പെല്ലിംഗ് കൊടുക്കുക. ഹിസ് ഹിപ് സാർ അങ്ങനെ ആലേക്കുക. ഹിസ്റ്റമിൻ, സെറാട്ടോണിൻ, ഹെപ്പാരിൻ ഇതിങ്ങനെ ആലേക്കുക. ഹിസ് ഹിപ് സാർ.